മാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. കഴിഞ്ഞ ശിവരാത്രിയിൽ നമ്മൾ ശിവജിയുടെ അത്യന്ത ശ്രദ്ധേയങ്ങളായ മുഖങ്ങളാണ്. അതിൽ പഞ്ചാക്ഷര മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളിലൂടെ വല്ല കുറച്ചു ദൂരം സഞ്ചരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ നമുക്ക് ആ മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളെ ശിവരാത്രിയിലേക്ക് ശിവം മംഗളം മെല്ലെ ആനയിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 14 രത്നങ്ങൾ ആവിർഭവിച്ച മഹാശിവരാത്രി താണ്ഡവത്തിൻ്റെ ഏതൊരു മുഹൂർത്തത്തിലാണോ മഹത് രത്നമായ ഹാലാഹലം പാനം ചെയ്ത് ഭഗവാൻ നൃത്തമാടിയത്, നീലകണ്ഠനായത്, അതിൻ്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാചലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമഥനം ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവീ സമ്പത്തികളും സംയോജിച്ച് അനന്തവാസുകിമാരാകുന്ന നാഡികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിൻ്റെ അനന്താനന്ദത്തിൻ്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം. മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്ന സംസാരം സമുദ്ര സമാനമാണ്. ഓരോരുത്തനും അവനവൻ്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ്.
എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിൻ്റെ മന്ഥനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയർ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭൗതികതയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, സാമൂഹികതയുടെ പേരിൽ വ്യക്തി സംഘങ്ങൾ ഉണ്ടാക്കുകയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള ഇതിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരിത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ അനേക ജന്മസംസിദ്ധമായ സ്വസംസാരത്തെ മന്ഥനം ചെയ്യുന്നതിന് സ്വഭാവതലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീ സമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റണമെങ്കിൽ മാറ്റാം. വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവും, അത് കേൾക്കാനായിരിക്കും നിങ്ങളിരിക്കുന്നത്. മുമ്പ് 2-3 പ്രാവശ്യം ശിവരാത്രിക്ക് ഇവിടെ വന്നതുകൊണ്ട് ഒരു തുടർച്ചയിലാണ് പോന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുത്തത്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാൻ തുടരാം. ജിജ്ഞാസയുണ്ടെങ്കിൽ ഞാൻ തുടരാം. പതിനാല് രത്നങ്ങൾ മംഗളകരങ്ങളാണ്. അതുകൊണ്ട് അവയെല്ലാം ശിവമാണ്. രുക്മിണി വിവാഹാവസരത്തിലാണ് ഇവയെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത് ഭാഗവതത്തിൽ. ലക്ഷ്മി കൗസ്തുഭ ഭാരിജാതക സുര ധന്വന്തരീ ചന്ദ്രമ ഗാവ കാമദുഃഖ സുരേശ്വരഗജോ രംഭാതി ദേവങ്കന അശ്വസപ്തമുഖ സുധാ ഹരിധൻ ശംഖം വിഷം ചമ്പുധേ രത്നാനീതി ചതുർദശ പ്രതിദിനം കുർവന്തു മംഗളം. ഇവയെല്ലാം സ്മരിക്കുന്നത് മംഗളകരമാണ്. ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. രതിപ്രിയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല പറയാം. ഹാലാഹലം ഹവിർധാനി ശ്രീർവാരുണ്യപ്സരോഗണ ഐരാവത പരിജാതശ്ച ചന്ദ്ര ഉച്ചൈശ്രവാഹയ ശംഖം ശാർഗം കൗസ്തുഭം ച ധന്വന്തരിരഥാമൃതം ചതുർദശോത്യബ്ധി മന്ദജാത രത്നാനി സംജഗു എന്നാണ് മറ്റൊരിടത്ത് പറയുന്നത്. അവിടെ ആദ്യം ഉണ്ടായത് ഹലഹലമാണ്.
ഏറ്റവും ആദ്യം മന്ഥനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ്. ഹാലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ്. ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദതാണ്ഡവമാടിയ മുഹൂർത്തമാണ് ശിവരാത്രി. സർവലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വാസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും, പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാർ. രണ്ടഭിപ്രായങ്ങളുമുണ്ട്. പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ്. വിഷവും അമൃതും ചേർന്നാണ് ഈ സംസാരം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ പലതും. അതിൽ ഹാലാഹലത്തെ, ലോകവിനാശകരമായ ഹാലാഹലത്തെ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു എന്നാണ്. ഹവിർധാനി കാമധേനു, കാമതുക്, ഇഷ്ടകാമതുക്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു എന്നാണ്. ശ്രീ ലക്ഷ്മി, പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ്. ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. വാരുണി, മദ്യം, എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യമദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ്. അതിനെ അസുരന്മാർ സ്വീകരിച്ചു. അപ്സരസ്സുകൾ, ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ്. അവരെ ദേവലോകം സ്വീകരിച്ചു. ഇന്ദ്രൻ. ഐരാവതം ആനയാണ്, അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചത്. പാരിജാതം വൃക്ഷമാണ്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. പിന്നെ സ്വർഗത്ത് പോയി ചില ഈതിബാധകൾ തീർത്തതിൻ്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രൻ്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിൻ്റെ പേരിൽ ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് കഥ. 4 ദേവവൃക്ഷങ്ങളിൽ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ദേവവൃക്ഷമായ പാരിജാതം. ചന്ദ്രൻ, ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ, കലകളോടുകൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നാണ്. ഉച്ചൈസ്രവസ് എന്ന കുതിര, അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്. അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ്. പാഞ്ചജന്യമെന്ന ശംഖ്, അത് പാൽക്കടലിൽ നിന്നാണ്. അതാണ് വിഷ്ണു സ്വീകരിച്ചത്. ശാർംഗം, ഹരിധനുസ്, വിഷ്ണുവിൻ്റെ വില്ല്, അതും പാലാഴിയിൽ നിന്നാണ്. കൗസ്തുഭം, വിഷ്ണുവിൻ്റെ മാറിടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ്, അതും പാൽക്കടലിൽ നിന്നാണ്. ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതാണ്. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യിൽ അമൃത കലശമുണ്ടായിരുന്നു. അതും പാലാഴിയിൽ നിന്നുണ്ടായതാണ് ആ അമൃതം. ഇങ്ങനെ 14 രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത്. എന്താണ് പാലാഴി? എന്താണ് കടയൽ? എന്താണ് അതിൻ്റെ ഫലം എന്നത് അതിൻ്റെ വാച്യം, വ്യംഗ്യം, ലക്ഷണ, ഇങ്ങനെയൊക്കെ ഭാഷകളുണ്ട്. അതിലെ സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ
ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം. വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും. കാരണം ഉദിച്ചു നിൽക്കുന്ന ഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വെച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല. നിലവിലിരിക്കുന്ന സങ്കേതം ഏതായാലും അതിന് വിരുദ്ധമാണ്. Am I right? തമാശയ്ക്കൊക്കെ ഒരു കഥയായി പറയാമെന്നുള്ളതിനപ്പുറം, കേൾക്കാൻ ഇമ്പമുണ്ടാകുമെന്നതിനപ്പുറം പരസ്പരം സ്വീകരിക്കാവുന്ന ഒരു ഭാഷ, വാച്യഭാഷ ഇന്ന് നിലവിലില്ല. നിങ്ങളാരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങളാരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും, ചന്ദ്രനിൽ കാലുകുത്തിയെന്ന് അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും, മനസ്സിലായില്ല, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി, രാജ്യത്തിൻ്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം കാലുകുത്തിയവർ ചന്ദ്രനിൽ വായുവില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് ഇടത്തരം ബുദ്ധിമാന് ചന്ദ്രനിൽ കാലുകുത്തിയതാണ്, കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല. കുറഞ്ഞ ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ 3 തരം ആളുകളുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം. വളരെ സൂക്ഷ്മദൃക്കുകളായ ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനിൽ വായുവില്ല ചലിക്കാൻ. അവിടെ കൊടി പറന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചില കുബുദ്ധികൾ, അങ്ങനെയുള്ളവരെയാണ്, ഈ ബുദ്ധി കൂടിയവരെയാണ് കുബുദ്ധികൾ എന്ന് പറയുന്നത്. ഒരു ജനതയുടെ വിശ്വാസത്തെ ആദ്യം തകർക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് പറയും. മനസ്സിലായില്ല? ബുദ്ധിമാന്റെ ബുദ്ധിയെ തകർക്കുന്നവനെയാണ് സൂക്ഷ്മബുദ്ധികളെന്ന് വൈദികർ പറയുന്നത്. പക്ഷെ അവരെയാണ് ലോകം കുബുദ്ധികളെന്ന് പറയുന്നത്. മനസ്സിലായി? അത് കലികാല വൈഭവം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കുബുദ്ധിയാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം അവിടെ കൊടി പാറിപ്പറന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കുബുദ്ധികൾ പറഞ്ഞത് സഹാറയിൽ എവിടെയോ ചെന്ന് ഈ പേടകം ഇറങ്ങിയിട്ട് അതിൻ്റെ ഫോട്ടോയാണ് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചതെന്നാണ്. അല്ലാതെ മുകളിൽ അവിടെയെങ്ങും പോയി ഇറങ്ങിയിട്ടില്ലെന്നാണ്. അതിരിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്ത് നമ്മൾ എങ്ങും എത്തുകയുമില്ല. Am I right? ശരിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ. അതിനപ്പുറം ഈ 14 രത്നങ്ങൾ മാനവ ജീവിതത്തിൽ സംസാരമാകുന്ന സാഗരത്തെ മന്ഥനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും. അതിറങ്ങിത്തിരിക്കുമ്പോൾ ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന 2 സാധനകളാണ് ഇതിന് വഴി. അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിൻ്റെ വഴിയല്ല. അതൊക്കെ വേറെ പലതിനും കൊള്ളാം, പലതിനെയും മറയ്ക്കാനും കൊള്ളാം. പ്രയോജനത്തിന് കൊള്ളില്ല. ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ. ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ഛയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത്. അവിടെ കൂട്ടിച്ചേരുക, സ്വാഭാവികമായ ചേരലുകൾ, അസ്വാഭാവികങ്ങളായ ചേരലുകൾ എന്ന് 2 ഉണ്ട്. സ്വാഭാവികമാണ് കുടുംബം. കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ്. ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബ ബന്ധമാണ്.
കാരണം പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിന് പറ്റിയ ബീജാണ്ടങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവ്വവാസനകളിണങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയായി ബന്ധങ്ങൾ തീർക്കാൻ വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് ജനിച്ച് അതിൻ്റെ പൂർവ്വരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നു എങ്കിൽ അവൻ മൂഢനാണ്, മൂർഖനാണ്. അവിടെ ലഭിക്കാത്ത ഒരാനന്ദവും ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല. അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയുമില്ല. നിങ്ങൾക്ക് വളരെ വിയോജിപ്പുണ്ടാകാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഇതാണ് ഭാരതത്തിൻ്റെ സമഗ്ര സംഭാവനകളിൽ പ്രഥമവും പ്രധാനവും. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ്. ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തൻ്റെ സംസാരം അത് തൻ്റേത് മാത്രമാണ്. ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല. കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ഒരുപോലെയല്ല. കേൾവി എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ്. ഇങ്ങനെ മനസ്സിലാവുമോ? ഇങ്ങനെ മനസ്സിലാവുമോ? ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറൊരു രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല. രണ്ടു തരത്തിലും കാണാൻ രണ്ടുപേർക്കും സ്വാതന്ത്ര്യവുമുണ്ട്. എന്നുവരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നുവരെ എൻ്റെ ശാന്തിയാണ്. ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന് എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ്. പഠിക്കും തോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത്. ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിപ്പിക്കുന്നു? അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ എന്നറിയില്ല. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്, എല്ലാ തവണയും പോലെ. എപ്പോഴും എനിക്ക് പേടിയുള്ളൊരു സാധനം അതാണ്. അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം ഹാലാഹലം നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. നേരം കിട്ടിയാൽ വർണ്ണിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും ശിവരാത്രി ഒരു വന്ന് എന്നെക്കാൾ മിടുക്കന്മാരായ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് സമാധാനിക്കാം. തുടക്കം മുതൽ പോവാം. അതുകൊണ്ട് ഭാഗവത സന്ദേശത്തിൽ കണ്ട പോലെ ഹാലാഹലത്തെ നമുക്ക് അവസാനം എടുക്കാം. കാമധേനുവാണ് ആദ്യം ഉണ്ടായത്. കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം. സഹയജ്ഞ പ്രജാസൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷവോസ്തിഷ്ഠ കാമധുക്. അവിടെ യജ്ഞമാണ് കാമധേനു. ഇഷ്ടം, യജ്ഞം എന്നൊക്കെ അതിന് പറയും. അനന്ത മഹാപുരുഷ യജ്ഞം, അനന്ത
ചതുർദശി വ്രതം, ഇതൊക്കെ പണ്ടുള്ളവർ അനുഷ്ഠിച്ചിരുന്നു. എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ നിന്നാണ്. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപമാണ്. അടുക്കോടെ പഠിക്കണം. കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും. പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം. അത് സെമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിൻ്റെ ലോകമാണ്. അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജം അധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായിത്തീരണം. അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത്. അതാണ് സമുദ്രം കടഞ്ഞാൽ, സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത്. എൻ്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്ന് കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം, സ്വസ്ഥമായി ആസനജയം വരണം. അങ്ങനെ ഇരുന്ന് പ്രാണായാമാദി പ്രക്രിയകളിലൂടെ നാഡികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തൻ്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാകും കാമ്യകർമ്മങ്ങളാണ് ശമിക്കേണ്ടത്. കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല. കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല. കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്തമായിരിക്കുവോളം സംസാരം സുഖമായി അനുഭവിക്കാനാവും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ രത്നം രതി നിർവിശേഷമായത് കാമധേനുവാണ്. 2 ശ്രീ. ശ്രീഞ്ഞ് സേവായ, സേവ സമർപ്പണം, ശരണാഗതി. അതിന് മറ്റൊരു പേര് പറയാം, ഉപാസന, ആസീൻ. ബോധത്തിന് ഏറ്റവും അടുത്തിരിക്കുക, മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക. കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത്, അതിനു പകരം കാമ്യ വിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ്. പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ. തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിൻ്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല. കാരണം അവിടെ അഹങ്കാരം കയറി വരും. തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല. അവിടെയും കൊടുത്തവനെന്ന അഹങ്കാരം കയറി വരും. മാതാവ്, പിതാവ്,
ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ, അങ്ങനെ എടുത്തു പറഞ്ഞതിന് കാരണം ഇന്നങ്ങനെയല്ല കാലം. പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ബഹുമാനപൂർവ്വം അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല. ഇതിന് ഉത്തരവാദി അച്ഛനാണോ മകനാണോ അതെൻ്റെ ചർച്ചയല്ല. അത് നിങ്ങൾക്ക് വിടും. വഴക്കൊക്കെ നിങ്ങളുണ്ടായിക്കൊള്ളുക. എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ. എൻ്റെ അച്ഛന് അനുഭവമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്, അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛന് വേണ്ടി ചെയ്യുന്ന സേവ പരേച്ഛയാണ്. അത് നിഷ്കാമമാണ്. അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ, സ്കൂള് നടത്തിയാൽ, മരുന്ന് കുറിച്ചു കൊടുത്താൽ ഞാനൊക്കെ അത് ചെയ്യുന്നയാളാണ്, ഞങ്ങളാരും ചെയ്യുന്നത് നിഷ്കാമമല്ല. മനസ്സിലായില്ല? അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വയ്ക്കണ്ട. ഇത് കാമ്യം പോലുമല്ല, അതിനേക്കാൾ അധപ്പതിച്ചതാണ്. നിഷ്കാമമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല. ബഹുമാന പുരസ്സരം പരന്റെ ഇച്ഛയെ മാനിച്ച് ചെയ്യുന്നത് മാത്രമാണ്. എൻ്റെ പിതാവിൻ്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എൻ്റെ ഇച്ഛകൾ ചുരുങ്ങും. സദാചാര ബോധം എനിക്കുണ്ടാവും, ബ്രഹ്മചര്യാദി ഗുണങ്ങളുണ്ടാവും. ഞാൻ കണ്ടൊരു പെൺകുട്ടി, അതിനോടൊപ്പം പോകണം. മനസ്സുകൊണ്ട് എൻ്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത്. Am I right? അത് വിജയമാണെന്നാണ്, അത് തനിക്ക് താൻ പോരുമയാണെന്നാണ്, അത് നേട്ടമാണെന്നാണ്, അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ്, അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത്. അത് ഭാരതീയമല്ല, സനാതനമല്ല. പിതാവിനാണ് അറിയുന്നത് ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിൻ്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന്, ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിൻ്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ. ഏത് വഴി? നിങ്ങൾ ഇതുവരെ പോയ വഴിയിലായിരിക്കില്ല ഞാൻ പോകുന്നത്. അതുകൊണ്ടുള്ള ദേഷ്യവും രോഷവും ഒക്കെ എന്നോട് നിങ്ങൾക്കുണ്ടാവും. എനിക്കിത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം പഠിച്ചത് ഇന്ന് പഠിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത്. സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ടവരണമുള്ള കാമധേനുവാണ്, യജ്ഞം. രണ്ടാണ് സേവ. അത് പരിപക്വമാകുന്നത് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക് വികസിക്കുമ്പോഴാണ്. അത് 100% നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോഴാണ്. പരേച്ഛയിൽ പിതാവ്, മാതാവ്, ആചാര്യൻ, അതിഥി.
എൻ്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല, അയാൾ അതിഥിയാണ്. അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല. മനസ്സിലായില്ല? നിങ്ങൾ പോയി ക്ഷണിച്ചു കൊണ്ടിരുന്നവനാണ് ഗസ്റ്റ്. Am I right? യാദൃച്ഛികനാണ് അതിഥി. തിഥി അറിയിക്കാതെ വന്നവൻ. അങ്ങനെ വരുന്നവനെ നിങ്ങൾ ഇന്ന് അതിഥി എന്ന് പറയില്ല. പറയുമോ? പക്ഷെ സ്വാമിജി പറഞ്ഞു. എന്നെയോ നിങ്ങളിൽ ഒരാളെയോ അതിഥി എന്ന് പറഞ്ഞില്ല. യാദൃച്ഛികമായൊരു സ്വാമിജി ഈ നാട്ടിലെത്തിയിരിക്കുന്നു. മനസ്സിലായില്ല? അദ്ദേഹം ഈശ്വര സ്വരൂപമാണ്. അത് സംസ്കാരം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല ആശ്രമത്തിൽ വളർന്നതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അതതിൻ്റെ വ്യതിയാനമാണ്. അവിടെ വരുന്ന ആളിൻ്റെ ഒരു ഇച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ, അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിതാവിൽ, അതുപോലെ മാതാവിൽ. കാരണം പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എൻ്റെ പൂർവ്വവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എൻ്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട്. അത് ആനന്ദമാണ്. ഇതിനൊക്കെ അനുഷ്ഠാനമെന്ന് പറയും. അനുഷ്ഠാനമില്ലാത്തവൻ ഹിന്ദു അല്ല. പ്രസംഗം എത്ര വേണമെങ്കിലാവാം. ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത്. ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമകർമ്മം. അതാണ് ശ്രീ. ശ്രീഞ്ഞ് സേവായാം ലക്ഷ്മി. ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി, വിഷ്ണുവായി മാറി. വ്യാപനോതി ഇതി വിഷ്ണു. സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം. വിക്ഷേപ ആവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണ്ണമായി എന്നർത്ഥം. ഉപാസന കൊണ്ട് ആവരണത്തെ കളയും. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ആ വഴി കൂടെ അധികം സഞ്ചരിക്കേണ്ടെന്ന് തോന്നുന്നു. അല്ലേ? ആത്മബോധ കൗമുദി അതിൽ നന്നായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഹാനുഭാവനായ ആചാര്യൻ നിങ്ങൾക്കത് നല്ലപോലെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ട്രൂ. അപ്പം അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികളുണ്ട്. അതിൽ ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ്. വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ്. അപ്പം ഇത് രണ്ടും അനിവാര്യമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ദക്ഷ പ്രജാപതി. ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന്. ശിവൻ്റെ സാമീപ്യമില്ലാത്ത ഒരു യജ്ഞത്തിന് ഒരുങ്ങിയത്. ഒടുവിൽ അതെന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് നമാമി വിശ്വേശ്വര വിശ്വരൂപം പുരാതനം ബ്രഹ്മനിജാത്മരൂപം നമാമി സർവം
ഭവഭാവഭാവം പരത്പരം ശങ്കരമനതോസ്മി. ഇവിടെ ഒന്ന് ശിവനെ പ്രീതം നമസ്കരിക്കുന്ന രംഗമുണ്ട്. ദേവദേവ മഹാദേവ കൃപാം കുരു നമോസ്തുതേ അപരാധം ക്ഷമസ്വദ്യ മമ ശംഭോ കൃപാനിധേ. ദക്ഷൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും. കാരണം നമ്മൾ മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യം അങ്ങ് ചെയ്യും. ഒടുവിൽ തല പോയി കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവുമാവും. അപ്പോഴാണ് ഈ നിലവിളിയെല്ലാം നിലവിളിക്കുന്നത്. ദേവതകളെല്ലാം ഊർജ്ജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത്. മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം. ആനന്ദമല്ലെങ്കിൽ സുഖം ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സുഖത്തിൻ്റെ ലാഞ്ചന കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞെഴുന്നേക്കും. എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടി എഴുന്നേക്കും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റെയ്ഗനോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അല്ലേ? അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായൊരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിക്കാൻ തുടങ്ങി. മനഃശാസ്ത്രകാരന്മാർ ഇതേക്കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒന്ന് സുഖോൽപ്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ്. വാരുണി മദ്യമാണ്. ആധ്യാത്മിക പക്ഷത്തിൽ ഇതിൻ്റെ അർത്ഥം ആനന്ദമെന്നാണ്. ആനന്ദോദ്ധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് തൈത്തിരീയം. സൈഷ വാരുണി ഭാർഗവീ വിദ്യ എന്ന് പ്രയോഗമുണ്ട്. വാരുണി വിദ്യ, ഭാർഗവീ വിദ്യ, ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത്, മദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മിലെ ആസുരീ സമ്പത്തികളും ദൈവീ സമ്പത്തികളും ഒരുമിച്ച് ചേരുകയും ശാന്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ. രണ്ടും കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരീ സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ച് കളഞ്ഞ് ദുർദേവതാരൂപം കൈക്കൊള്ളുന്ന ആസുരീ ശക്തികൾ തകർത്താടും. അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത്. പാരമ്പര്യമില്ലാതെ പിപീലിക ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തിടത്ത് ഈ അസുരി സമ്പത്തികൾ ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോക വ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെല്ലാം എതിർക്കും. ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത്, പ്രശംസിച്ചത്, കൂടെ നടന്നത്, അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല.
ഉയർന്നിട്ട് താഴുന്നത് 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 അധപ്പതനാണ് താഴുന്നത്. അങ്ങനെ താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല. അതിന് കാരണം അകത്തിരിക്കുന്ന ആസുരീ ശക്തികളാണ്. ധനം, ആധ്യാത്മിക പ്രഭാവം, പ്രതിഭ, ജനശക്തി, ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളിക്കും. അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീ ശക്തികൾ സാക്ഷിത്വേന വർത്തിക്കും. ഒരു കുടുംബത്തിൽ മക്കളിൽ കുറേ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങളങ്ങ് വരാൻ തുടങ്ങും. ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരീ സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സം തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതൊരു ആനന്ദമായി മാറും. ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും, കൂട്ടുകൂടുകയില്ല, അരുതെന്ന് പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും. ഇവിടെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത്, കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത്. ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്ന് മദ്യമുണ്ടാവും. വിദ്യ എപ്പോൾ അസുരങ്കലെത്തുന്നു, വാരുണീ വിദ്യ എന്നാണ് അതിന് പറയുക. വാരുണി ഭാർഗവീ വിദ്യ, ഭാർഗവനിൽ നിന്നുണ്ടായത്. വാരുണിയിൽ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണ് ഉണ്ടാകുന്നത്, അപരോക്ഷമല്ല. അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ഇഷ്ടഭോഗങ്ങൾ അവയെ അനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം എന്ന് ആദ്യം തിരഞ്ഞെടുക്കണ്ട. എനിക്കിതാണ് വിധി, ഈ ജന്മം ഇങ്ങനെയാണ്, ഇത് തീർക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാനങ്ങ് വരാം, തിരക്കൊന്നും കൂട്ടണ്ട. ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല, ആള് കുറഞ്ഞു പോയി, ഹിന്ദുക്കൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി ഒന്നും എല്ലാവരെയും വിളിച്ചുകൊണ്ടൊന്നും വരണ്ട, എനിക്കിപ്പം നേരമില്ല, വീട്ടിൽ പണിയുണ്ട്, നീ വീട്ടിലെ പണിയൊക്കെ ചെയ്യും, തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ. അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? പ്രസാദം മാറ്റേണ്ടി വരും. കാരണം സ്വാമിജി ഇപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയൽവക്കംകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം. റൈറ്റ്? അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ 4 സാഹിബിനെയും മദാമയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? ഈ കുപ്പി അടിച്ചു കഴിയുമ്പോൾ അവനും കൂടെ ബോധമില്ലാതാവും. ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഇതൊന്നും ആരെയും വിളിച്ചുകൊണ്ടെന്ന് കേൾപ്പിക്കണ്ടല്ലോ, നിങ്ങൾ എണ്ണം കുറയണം. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു വന്നു. ഇടയ്ക്ക് വെച്ച് പൊഴിയണം. ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഹാത്മ്യം പോകും. ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇത് ചന്തയിലൊന്നും വിൽക്കാവുന്ന സാധനമല്ല. ഇതിന് മാർക്കറ്റ് വളരെ കൂടിയവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സാധനങ്ങൾ വല്ലതും നാട്ടുകാർക്ക് അനുഭവിക്കാൻ പറ്റുമോ? 1 നമ്പർ തേയില നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഒരു ചായ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിക്കാൻ പറ്റില്ല. അതിന് വില കൂടുതലാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല? ഇവിടെ ഉള്ള ഹോട്ടലിലെ പിട്ട് മുഴുവൻ കൊണ്ടുപോയി അതിന് കളറും കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും. ചായയാണെന്ന് പറഞ്ഞ് കുടിക്കും. ചായ കുടിച്ചിട്ടുണ്ടോ? പിടിയിട്ടില്ല. നല്ല കശുവണ്ടി, 1 നമ്പർ കശുവണ്ടി, അതിൻ്റെ ആ പുറകിൽ അതിൻ്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി, അതിന് വില കൊടുക്കണം. മനസ്സിലായില്ല?
100 ഉലുവ എടുത്തുകൊണ്ട് പോയി കശുവണ്ടി താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസത്തിലിടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ല? അവിടെ നിങ്ങളെല്ലാവരും പഠിക്കരുത്. ഇത് കുറച്ചു പേർക്കുള്ളതാണ്. എ ഡോമിനന്റ് മൈനോറിറ്റി. ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട. ആൾക്കൂട്ടത്തിന് മനസ്സിലാവുമോ ഇതുവല്ലോ? ഈ ഭാഷ തന്നെ. എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം. അതിനാണ് അനുബന്ധ ചതുഷ്ടയം. ഞാൻ പറഞ്ഞതല്ല, ആദിശങ്കരനെ പോലുള്ള ഉന്നത മനീഷികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല. അതിന് വിവേകം വേണം, വൈരാഗ്യം വേണം, ശമാധി ഷഡ്കസമ്പത്തി വേണം, മുമുക്ഷുത്വം വേണം. ഇവയുണ്ടെങ്കിൽ മാത്രമാ പറ്റുന്നത്. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന. അദ്വൈത വാസന ഉണ്ടെങ്കിലേ അദ്വൈതം പഠിക്കാൻ പറ്റുള്ളൂ. ആ വാസന ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വാരുണി വിദ്യ തന്നെ അപകടത്തിന് കാരണമായി തീരും. 4 അപ്സരാഹ. അപ്സരാഹ. അപ് വെള്ളം, ജലത്തിൽ സരണം ചെയ്യുന്നത്. സ്ത്രീരത്നമേഷ കല്യാണി ത്വകസ്മാന്ന ഗൃഹ്യതേ എന്ന് ദേവി മാഹാത്മ്യം പറയും. ശ്രദ്ധാവ ആപഹ. എന്താ ജലം? എന്താ ജലം? ശ്രദ്ധ. ശ്രദ്ധയുടെ പര്യായമാണ് ജലം. ഒരല്പം ജലമെടുത്ത് കയ്യിൽ വെച്ച് നാമം ജപിച്ചാൽ ആ ജലം ശുദ്ധമാവും. വേറൊന്നും അതുപോലെ ശുദ്ധമാവില്ല. ഒരു ഉരുളി, അതിനകത്ത് വെള്ളം നിറച്ചു, 4 ഋത്വിക്കുകൾ, യജമാനൻ്റെ ഋത്വിക്കുകളോട് ചോദിച്ചു, മനസ്സമാധിഗത. ഋത്വിക്കുകൾ സമാഹിത മനസ്സസ്മാ, മനസ്സിനെ സമാഹിതമാക്കി. എന്നിട്ട് ആ ജലം തൊട്ട് ജപിച്ച് കഴിയുമ്പോൾ അത് പുണ്യാഹമായി. മനസ്സിലായില്ല? പഴയ കാലത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി കൊണ്ടുപോയി നേരെ കിണറ്റിലൊഴിച്ചാൽ കൂത്താടി കാണാനില്ലാതായി. മനസ്സിലായില്ല? നുണയാണോ? വയസ്സായ വല്യമ്മമാർ അമ്പലത്തിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുപോയി ഒഴിച്ചിട്ടില്ലേ? പോയിട്ടില്ലേ? ഇപ്പം അതിനകത്ത് കൊണ്ട് വിഷം തെളിച്ചാൽ ഒരു കൂത്തടിച്ചാവില്ല. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ല. ശുദ്ധമായ മനസ്സില്ലാത്ത ആരോ കിണറിൽ നിന്ന് വെള്ളം കോരിയത് കൊണ്ടാണ് അത് അശുദ്ധമായത്. അതിന് അതീവ ശുദ്ധനായ ഒരുവന്റെ ഇംഗിതം, ശ്രദ്ധ ആവേശിച്ച ജലം തളിച്ചാൽ മതി. അപ്സര ശ്രദ്ധാവ ആപഹ. അപ്പൊ ശ്രദ്ധയുടെ യജ്ഞാദി കർമ്മങ്ങളിൽ നിന്ന് നിഷ്പന്നമാകുന്ന ശ്രദ്ധ വന്നിട്ട് മാത്രമേ അന്തരംഗ സാധനകളിലേക്ക് പ്രവേശിക്കാവൂ. ഇന്ന് ദീക്ഷയുടെ കാലമാണ്. സർവ്വസ്ഥലത്തും ദീക്ഷയുടെ കച്ചവടമാണ്. നിങ്ങളിൽ തന്നെ പലരും 3ഉം 4ഉം മന്ത്രദീക്ഷയുള്ളവരാണ്. ഒന്നെടുത്തിട്ട് പ്രയോജനപ്പെടുത്തില്ല. അടുത്ത സ്വാമിയെ കണ്ടു, ഒരെണ്ണം അവിടുന്ന് ഇരിക്കേണ്ടത്. പരസ്പര വിരുദ്ധങ്ങളായ ദേവതകളുടെ മന്ത്രങ്ങൾ ദീക്ഷയായി വാങ്ങി സകല പ്രാന്തും പിടിച്ച് ജനം നടക്കുകയാണ്. ശ്രദ്ധയുണ്ടായിട്ട് മാത്രമേ ഇതിനൊരുങ്ങാവൂ. കാശുണ്ടായാൽ ഓടിപ്പോയി ദീക്ഷ എടുക്കുകയാണ്. ഞങ്ങൾക്കും വളരെ ഒരു രസമാണ് കാശുള്ളവനെ കിട്ടിയ ദീക്ഷ കൊടുക്കാൻ. മനസ്സിലായില്ല? ഞാനൊക്കെ ഒരു ദിവസം 1000-1500 പേർക്ക് ദീക്ഷ കൊടുക്കും. കാരണം അത്രയും ഭക്തന്മാരുണ്ട്
34 ലക്ഷം ഭക്തന്മാരിപ്പോൾ കേരളത്തിലുടനീളം മന്ത്രവും ജപിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി. അതിലൊരുത്തനും ശ്രദ്ധയില്ലെങ്കിൽ സ്ഥിര വരുമാനമായി. ശ്രദ്ധയുണ്ടായ അവനങ്ങ് രക്ഷപ്പെട്ടു പോകില്ലേ? പിന്നെ എനിക്ക് എവിടെ നിന്ന് വരുമാനം കിട്ടുക? നിങ്ങൾക്ക് മനസ്സിലായില്ല? പഴയ ആചാര്യന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് ആദ്യം ശ്രദ്ധയുണ്ടോ എന്ന് നോക്കും. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ. അവൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. സ്വവർണാശ്രമധർമ്മേണ തപസ്സ ഹരിതോഷണ സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. ഈ അവസ്ഥ നേടുന്നത് അപ്സരാഹ. ഇപ്പൊ സംസാര സമുദ്രം കടഞ്ഞ് അപ്സരകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൈവന്നു എന്നർത്ഥം. ഐരാവതം, ഇരാവാൻ. നഗി രാഗി തേതി ബ്രൂയാത് ഇരേതി ബ്രൂയാത്. വേദത്തിന് ഗിര എന്ന് പറയും. സത് സംബന്ധമായത്, സത്സംഗം, അതാണ് ആന. ആന പോലെ വിപുലമാണ് സത്സംബന്ധം, പരമസാത്വികം. ഐരാവതം എങ്ങനെയുള്ള ആനയാ? എങ്ങനെയുള്ള ആനയാ? വെള്ളയാനയാണ്. നമ്മൾ വെള്ളാന എന്ന് പറയുന്നത് നിങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെയാ. മനസ്സിലായില്ല? ആ വെള്ളാനയല്ല, നല്ല വെള്ള നിറത്തിലുള്ള സാത്വികമായ ആനയല്ല. സത്സംഗം. സത് പരമാത്മാവുമായുള്ള സംഘം. പരമാത്മാവിനോട് സംഘമുണ്ടാകുമ്പോൾ നിസ്സംഗത കൈവരും. നിസ്സംഗത കൈവന്നാൽ നിർമോഹമാവും. നിർമോഹമായാൽ നിർമോഹത്വേ നിശ്ചല തത്വം. അപ്പോഴാണ് ഒരുവൻ സ്ഥിതപ്രജ്ഞനാകുന്നത്. ആ പരമസാത്വിക ഭാവങ്ങളിലേക്ക് സംസാരം മന്ഥനം ചെയ്ത് ആളെത്തുന്നതാണ്. ശ്രദ്ധയാഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ദധി ശ്രദ്ധാം ഭഗസ്യ മൂർധനി വചസാ വേദയാമസി എന്ന് പറയും. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ഹോമകുണ്ഡത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ശാസ്ത്രം പറയുന്നത് ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി ശ്രദ്ധയില്ല, രാവിലെ ചടങ്ങിന് ഇത് ചെയ്യുകയാണെങ്കിൽ അവൻ തീ കായുകയാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല? തീ കായാൻ ഇത്രയും കുണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മറിച്ച് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ. അതാണ് ഈ യാഗത്തിലൊക്കെ മഴയും ഒക്കെ പെയ്യുന്നത്. കാരണം ശ്രദ്ധ വരുമ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലത്തിൻ്റെ ദേവതകൾ ഉൽപ്പന്നമാകുന്നത്. ആ ദേവതകൾ വരുന്നത് അതുകൊണ്ടാണ്. ശ്രദ്ധ ഉണ്ടാകണം, അത്യന്ത ശ്രദ്ധ വേണം. ഇന്നിപ്പോൾ ഇതെല്ലാം വലിയ വ്യാവസായിക താല്പര്യത്തിലാണ്. ഒരിടത്ത് മുറുക്കിൻ്റെ കച്ചവടം, മറുവശത്ത് സാരിയുടെ കച്ചവടം, അപ്പുറത്ത് ഫോട്ടോ എടുക്കൽ, ഇപ്പുറത്ത് വേറൊന്ന് ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യാവസായിക എന്താ പറയുന്നത് കേരള ഫെസ്റ്റ്. അതിൻ്റെ നടുക്കൊരു ഹോമകുണ്ഡമായിട്ടിരുന്ന് 4 നമ്പൂരാർ പതുക്കെ വല്ലതൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അർപ്പിക്കുന്നതിനിടെ മൈക്കിലൂടെ അവർ പറയുക, ചെവി പൊത്തിക്കോണം, വേദം കേൾക്കരുത്. കാരണം അവർക്കറിയാം ഈ വന്നിരിക്കുന്നവനല്ലേ ഈ കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്. ഇവൻ വേദം കേട്ട് കഴിഞ്ഞാൽ ആ ദേവത ഇവൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിച്ചു കളയുമെന്നറിയാം. ഉയ്യ മുരുക്കി ഒഴിക്കണമെന്ന് പറയുന്നതിന് പകരം
ഇങ്ങനെ പറയുന്നു കൂട്ടിയാൽ മതി. മറിച്ച് ശ്രദ്ധയാ വേണം ഇത് ചെയ്യാൻ. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി, അതുകൊണ്ട് രത്നങ്ങൾ രതിയെ തരുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ശ്രദ്ധയെ ധർമ്മമസ്തകം എന്ന് പറയും. അപവർഗങ്ങളിലുള്ള രമിക്കൽ, അതിൽ ആനന്ദമുണ്ടാവും. സത്സംഗം കൊണ്ട് പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മുക്തനാവും. വൈരാഗ്യം കൊണ്ട് ജ്ഞാനമാർജിക്കും. അപ്പോൾ ശ്രദ്ധ, രതി, ഭക്തി ഇവ മൂന്നും സത്സംഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹവിർധാനി, ശ്രീ, വാരുണി, അപ്സര, എത്ര എണ്ണായി? നിങ്ങൾക്ക് എണ്ണാനും അറിയില്ലേ? എത്ര എണ്ണായി? ഒന്നുകൂടെ നോക്കാം. ഹവിർധാനി കാമധേനു, 2 ശ്രീ ലക്ഷ്മി, 3 വാരുണി, 4 അപ്സരസ്, 5 ഐരാവതം. അപ്പോൾ എത്ര എണ്ണായി? 5 എണ്ണായി. ഈ 5 എണ്ണത്തെ ബഹിരംഗ സാധന എന്നാണ് പറയുക. പാലാഴി ഇന്ന് മുതൽ കടഞ്ഞു തുടങ്ങുക, ബഹിരംഗ സാധന ഉറപ്പിക്കുക. ഐരാവത കുലജാതനായ നാൽക്കൊമ്പനാനയെ അലങ്കരിച്ചു നിർത്തുക രാമാഭിഷേകത്തിന്. അപ്പോഴാണ് രാമൻ താഴേന്ന് പതുക്കെ ഉയർന്നു വരുന്നത്. മനസ്സിലായി? ഹൃദയ കമലത്തിൽ വരെ എത്തുമ്പോഴേക്ക് ബഹിരംഗ സാധനകൾ ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയാവും. അവിടുന്ന് അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവോ മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷശ്ച പുംസിവാ ഹരിചന്ദനം എന്ന് 5 തരം വൃക്ഷങ്ങളുണ്ട്. അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരണി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. ഇവ സന്താനകരണി, കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ 5 തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായുള്ളത്. അതിപ്രസിദ്ധങ്ങളായ 5 തരം വൃക്ഷങ്ങളുണ്ട്. ആ 5 വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്ന്. സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അതുതന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല. ഇന്ദ്രൻ്റെ സമ്മതം നോക്കിയില്ല. പതുക്കെ അവിടുന്ന് പോകുന്നു. ഇപ്പം ആ പാരിജാതമൊന്നും അല്ല നമ്മളീ കാണുന്ന പാരിജാതം കേട്ടോ. അത് കൃഷ്ണൻ പോയപ്പോൾ അന്തർധാനം ചെയ്തു. കൃഷ്ണൻ എന്തെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കൃഷ്ണൻ പോയപ്പോൾ അന്തർധാനം ചെയ്തു. പിന്നെ അതിൻ്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണൻ്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കോലൻ മണിയാണി ഇതൊക്കെ കൃഷ്ണൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. മനസ്സിലായില്ല? അതൊന്നും ഒറിജിനലല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പോൾ തന്നെ ബെഡ് തെടുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെടുത്തെടുത്താൻ കൊണ്ടുപോവാണ് ഇത്. അങ്ങനെയാണ് അതിൻ്റെ ഓരോ അവതാര ലീലയും. അങ്ങനെയാണ് അവതാര ലീല. അഭംഗുരം ആടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക, അതൊരു സുഖമാണ്. ആ സ്മരണകളുമായി ജീവിക്കുക. ശ്രീകൃഷ്ണൻ്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഇത് ചിലർക്കുള്ളതാണ്. അപ്പോൾ സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേ മേ ശരണം കിമസ്തി
ഗുരോ കൃപാലോ കൃപയാവതൈത വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതിൽ പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം. ഇത്രയും അവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭവിപ്പിച്ചു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയ. ഇത് മൂന്നും വളരെ ദുർലഭമാണ്, എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം. ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടണ്ടേ? കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക. കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്, പറയാൻ വളരെ എളുപ്പമാണ്. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ, ശ്രോത്രീയനായ, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാകുമ്പോൾ ആഹ്ലാദം ഉണ്ടാവും. ഗുരുവിൻ്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കണം. ഗുരുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കണം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയമോ പരദൂഷണോ കുശുമ്പോ മറ്റു സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം ഭുജിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെൻ്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെയായിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാളും ഞങ്ങളുമായിട്ട് എന്താ വ്യത്യാസം? ഇയാൾ കട്ടൻ കാപ്പി കുടിക്കുന്നു, ഞങ്ങളും കട്ടൻ കാപ്പി കുടിക്കുന്നു. ഇയാൾ ചായ കുടിക്കുന്നു, ഞങ്ങളും ചായ കുടിക്കുന്നു. ഇയാൾ പരദൂഷണം പറയുന്നു, ഞങ്ങളും പരദൂഷണം പറയുന്നു. എന്ത് വ്യത്യാസം? പറഞ്ഞാൽ മനസ്സിലായില്ല. യാതൊരുവൻ്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടുന്നു. യാതൊരുവൻ്റെ സാമീപ്യവും യാതൊരുവൻ്റെ വാക്കുകളും മനസ്സിലെ കാകോളത്തെ കവർന്നെടുക്കുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് വാസനകൾ പറക്കുന്നു. അവൻ ഗുരുവാണ്.
അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഗുശബ്ദോസ്യ അന്ധകാരസ്യ രുശബ്ദം തന്നിരോധനം. ഗുരുഗീത. അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അയം സ്വഭാവസ്വതേവയത്പര സമാപനോദ പ്രവണം മഹാത്മനം സുധാം സുരേഷ സ്വയമർക്കകർക്കശ പ്രഭാവിതത്താം അവധിഷ്ഠിതം കില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ. ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തിലും ആദ്യം ഗുരുസ്മരണം വേണം. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യാം. ആജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന, ഗുരുഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെയാണ്. അതുകൊണ്ട് എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട്, അങ്ങയുടെ പാദാംബുജത്തിൽ പറ്റിയിരിക്കുന്ന പൊടി, അതാണ് അടിയൻ അണിയുന്നത് എന്ത് കർമ്മത്തിനു മുമ്പിലും. അവിടെ ഒന്നിലും ഭയമില്ല. പാരമ്പര്യവിദ്യയുടെ അസുലഭ ശോഭയതാണ്. സഹസ്രദള പങ്കജേ സകല ശീതരശ്മി പ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരൂപിണം സ്മരേ ശിരസി ഹംസകം തദഭിധാനപൂർവം ഗുരും. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബഗവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം, അതിനെ നല്ലപോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷഡ്ചക്രോപരി സഹസ്രാരം, സഹസ്ര കമലങ്ങൾ, 1000 താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. അങ്ങനൊരു പദം ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ചൊല്ലാറുണ്ടെന്ന് തോന്നുന്നു. മഹാപത്മാടവി സംസ്ഥ. ആരാ? അവിടെയാണ് അവൾ സ്ഥിതമായിരിക്കുന്നത്. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുവാണ്. സകല ശീതരശ്മിപ്രഭം. ശീതം, അത്യന്തം തണുപ്പാണ്. ഗുരുവിൻ്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെ എല്ലാ ചൂടും പോവും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ടാണ്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല, ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരു ഉള്ളവൻ. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വയവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്. അത് പോയി സാരില്ല. മനസ്സിലായില്ല? പോയോ, കളഞ്ഞോ? അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്: ദൃഷ്ടനഷ്ടമായ ജഗത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ
പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും. മനസ്സിലായില്ല? അമ്മ വലിയ ബന്ധമുള്ളതാണ്. സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി. മനസ്സിലായില്ല? ഒയ്യോ വെക്കുന്നത് 2 ദിവസമേ കരയുള്ളൂ. അത് കഴിഞ്ഞാൽ പായസം കൂട്ടി ഉണ്ണു. അമ്മയുടെ അടിയന്തരം. ശരിയല്ല? ഒയ്യോ വെക്കുന്നു. ഒയ്യോ. ഈ പാർട്ടികളൊക്കെ 16-ാം ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം. ശരിയല്ല? അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണ് കറക്കി വലിച്ചപ്പോൾ ഇപ്പം അമ്മയും വേണ്ട അച്ഛനും വേണ്ട. ശരിയല്ലേ? അന്നേരമായി വല്യമ്മമാർക്കൊക്കെ ഭക്തി തുടങ്ങിയത്. ശരിയല്ല? ഞാൻ നുണ പറഞ്ഞതാണ്. സ്വസ്ഥത കിട്ടാനാ പതുക്കെ. അവിടെ ഇരുന്നാൽ ഒരു രക്ഷയില്ലാഞ്ഞിട്ടാ പതുക്കെ ഒരു കാര്യം ചെയ്യുക. കാരണം ഭാഗവതം ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, ആശ്രമം ആയിക്കോട്ടെ, ശരി, നാട്ടുകാർക്കും അതാണ് സുഖം. കാരണം ഒച്ചയും ബഹളമൊന്നുമില്ല. നമ്മളെ കൊണ്ടൊരു ശല്യമില്ല. അവളായി അവളുടെ പാടായി, അവനായി അവൻ്റെ പാടായി, ദുരിതമായി. പിന്നെ ഒരു കാര്യം ഇറങ്ങിപ്പോരുമ്പോൾ ആ ഭക്തിയോടുകൂടി പറയും ഇതൊക്കെ അനുഭവിക്കാതെ പോകില്ല അല്ലേ? അപ്പം അതുകൊണ്ട് നല്ല ഗുരു ഉണ്ടെങ്കിൽ ഒരു ശീതളിമയുണ്ട്. ആ ശീതളഛായയിൽ 16 കലകളുള്ള പൂർണ്ണ സകല ചന്ദ്രൻ. അതാണ് ഗുരു. ആ ഗുരുവിനെ ലഭിക്കുമ്പോൾ അതിൽ പൂർണ്ണനായ ഗുരു സ്വരൂപധ്യാനത്തെ, കാരണം ശാസ്ത്രം സാഗരമാണ്, അതിൽ ലവണമുണ്ട്. അതേ ജലം മേഘമായി പെയ്തിറങ്ങുമ്പോൾ അതിന് മധുരമുണ്ട്. മനസ്സിലായില്ല? നമ്മൾ പോയി നേരെ ഇന്ന് ശാസ്ത്ര പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അതിലെ ഉപ്പ് മുഴുവൻ കുടിക്കും. മനസ്സിലായില്ല? ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം, ശുദ്ധമായ അമൃത്. അതാണ് ഗുരു ഇതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസൂത്രാദികളും അതിൻ്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃതം ലഭിക്കും. ഇതാണ് അതിൻ്റെ വ്യതിയാനം. അതിന് ഗുരുലാഭമുണ്ടാണ്. അപാരമായ വേദസാഗരം ഗുരുരൂപി മേഘം കൊണ്ട് മധുരോദാരമാവും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രനെ ഊർധ്വം ഗമയത്, ഊർധ്വഗാമി, ഉച്ചൈസ്രവസ്, ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രീയനായ ഗുരുവിൻ്റെ സവിധത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ ഗുരു ശ്രോത്രീയനാവണം. ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പം അതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിൻ്റെ അങ്ങേത്തല ആദ്യം അങ്ങ് പഠിക്കും. മനസ്സിലായില്ല? എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ അങ്ങ് പഠിച്ചു പോകും. എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാത് അപ്രതിഷ്ഠാനാത് എന്ന സത്യം മനസ്സിലാക്കില്ല.
അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ട്, ബിഭേത്യ അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ഇത് വേദം ചോദിക്കുന്നതാണ്. ആ ചോദ്യം ഗംഭീരമാണ്. ബിഭേത്യ അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത്, ഇവൻ എപ്പോഴാണ് എൻ്റെ തലയ്ക്കടിക്കുക? ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. കുട്ടികൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം അവിടെ ഇരുന്നിട്ട് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ, ഇവനെ പഠിപ്പിക്കുകയാണോ ഇവൻ എപ്പോഴാണ് എൻ്റെ തലയ്ക്ക് തല്ലുന്നത്? ഇവനൊരു മൈക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതിവാക്യങ്ങളെ നിഷേധിക്കും ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെയുള്ള ഇവനെ പഠിപ്പിക്കാവോ? വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അടിച്ചു വരുമ്പോൾ, അത് ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോൾ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദനിഷേധം കാണാം. വേദം അന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ എപ്പോഴാണ് ഇവൻ എൻ്റെ തലയ്ക്ക് തന്നെ തല്ലുന്നത്? ശ്രുതി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗധനുസ്, വിഷ്ണുവിൻ്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. തീരുവോന്നറിയില്ല, നമുക്ക് നോക്കാം. തീർന്നില്ലെങ്കിൽ പിന്നൊരു ക്ലാസ് ഉണ്ടായാൽ നമുക്ക് എടുക്കാം, ഉണ്ടായില്ലെങ്കിൽ എന്നെ കേൾമെടുക്കാൻ വന്ന് പറഞ്ഞ് ഭംഗിയായി ആദ്യം പോലെ തീർത്തു പോകും. പേടിക്കണ്ട. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. അയം തു പരമോ ധർമ്മോ യദ്യോഗേന ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികത്സർദ്ധേ ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിൻ്റെ ഏകതാനത നിധിധ്യാസനം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. ഇത് ഉച്ചൈസ്രവസ്, ഊർധ്വഗാമി. അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം, ശാർംഗ, ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജന ഉൽപാദകായേഷാം തേ പഞ്ചജനാഹ തത്ര ഭവ പാഞ്ചജന്യ. 5 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചതേ ജനാ ജായമാന പഞ്ചജനാഹ. 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിധിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി 5 വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. മുനിയുടെ വ്യുത്ഥാനം, സമാധി വ്യുത്ഥാനം എന്ന് 2 അവസ്ഥകളുണ്ട്. സമാധി അവസ്ഥ, ആ അവസ്ഥയിൽ സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത്
ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്രനേത്രാദികൾക്കെല്ലാം അതാതിൻ്റെ ദേവതകളുണ്ട്. യോഗസാധന കൊണ്ട് അവ സ്ഫുരിക്കും. ആദ്യം സ്ഫുരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ദേവതയാണ്. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവും. 10 ദിവസം, ഒരുപാടൊന്നും വേണ്ട. 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗകർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകളാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് കാണാം, അനുഭവിക്കാം. ആ ദേവതകൾ കൂട്ടിക്കൊണ്ടുപോകും കൈപിടിച്ച്, ഏഹി ഏഹി വത്സ എന്ന് പറഞ്ഞ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ദിവ്യഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ 2 രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ദിവ്യഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്. കൂട്ടിച്ചേരാനുള്ള പ്രവണതയുണ്ടാവും. വാക്കുകളിൽ ആകർഷണീയത വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അവനെ വീഴ്ത്തിക്കളയും. ഭക്തന്മാർ കൂടും. അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ അധപ്പതനം. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെയൊക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിൻ്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിൻ്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചും, എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. മിക്കവാറും എല്ലാ മനുഷ്യനും പറ്റുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ പറ്റുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്, ദേവതകൾ ഇവനെ അനുസരിക്കുന്നു എന്നിവൻ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരിടത്തിരുന്നു കൊണ്ട് മറ്റൊരിടത്ത് സംഭവിക്കുന്നത് അവന് പറയാൻ കഴിയും. ദേവതകളെ തൻ്റെ അനുസരണയിൽ വരുത്തിയിരിക്കുന്നു എന്നവൻ അറിയുമ്പോൾ അഹങ്കാരമുണ്ടാവും. അതാണ് കൗശികനും മറ്റും പറ്റിയത്. തപസ്സൊക്കെ കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വന്നോ പക്ഷി കരിഞ്ഞു പോയത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ അഹങ്കാരം കൊണ്ട് യോഗി വീഴും. ഇപ്പൊ പൂർണ്ണ വൈരാഗ്യം വന്നില്ലെങ്കിൽ ഭോഗാസക്തനാവും, അല്ലെങ്കിൽ മഹാഗർവിതനാവും. 2ഉം ഭോഗം. ഇത് വരാതിരിക്കണം. അതാണ് ശംഖ്. ശം കല്യാണമയാനി ഘാനി ഇന്ദ്രിയാണി യസ്യ ഏനവ പാഞ്ചജന്യമെന്ന ശംഖ്. ഖം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഖം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ചത്. ശീതളം, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താവിദ്രുമ വജ്ര ഇന്ദ്രവൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യമണയ ഗീത ലേഖന വിഷസൂദനാ പവിത്രാധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ കും പൃഥ്വീം സ്തുഭ്നാതി വ്യാപ്നോതി ഇതി കുസ്തുബ്സഹ ഏവ കൗസ്തുഭഃ എന്ന് വിഗ്രഹം. കുൻ സ്തുഭ്നാതി സ്തോഭയതി വാ കുസ്തുഭഃ സ ഏവ കൗസ്തുഭഃ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം. ഹും ഭട്ട് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത്, സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം.
ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നത്. അന്തരംഗ സാധനയിൽ വളരെ ശ്രേഷ്ഠമായത്. ഇത് കഴിയുമ്പോഴാണ് ഇവൻ ആ പ്രപഞ്ചത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി ധനും പീഡാം അന്തരയതി ബഹിക്കരോതി ഇതി ധന്വന്തരി. സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകൾ 3 3 തരം ദുഃഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. വളരെ വിസ്തൃതമാണ്. പിന്നെ ഒരിക്കൽ സമയം ഉണ്ടാവും എടുക്കാം. ഈ 3 തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി ഉയർന്നു വരുന്നത്. അസംഖ്യങ്ങളായ പീഡകളുണ്ട്. അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും 2ആയി തിരിക്കാം. ആവരണവും വിക്ഷേപവും. അതിൽ അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ആവരണം പോയാലും അജ്ഞാനം നിലനിൽക്കും. ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാദകം, അഭാനാപാദകം എന്ന് 2 തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല, അത് അസത്വാപാദകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അഭാനാപാദക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തിരാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യിൽ നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാന. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട്, ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്ത് വലിച്ചു കുടിച്ചു എന്നാണ്. വിഷം, അതും രത്നമാണ്. കുടിച്ചിട്ടത് കുടഞ്ഞു. കൈ തൂക്കാൻ തൂവാലയൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? കൈ കുടഞ്ഞു. കുടഞ്ഞപ്പോൾ വീണത് ചില മരങ്ങളൊക്കെ വലിച്ചെടുത്തു. അതാണ് വിഷമുള്ള മരങ്ങൾ. മനസ്സിലായില്ല? അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിൻ്റെയും തേളിൻ്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം, രത്നം, ബ്രഹ്മാകാര വൃത്തിപ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും, ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിൻ്റെ എല്ലാം തീർന്ന് പൂർണ്ണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തി രൂപത്തിലുള്ള ഹാലാഹലം, അത് ഈ സംസാരം കടഞ്ഞെടുത്ത് കുടിക്കുന്ന ദിനം ശിവരാത്രി. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പോജ്വലംഗം
പരശുമൃഗവരാഭിതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തസ്തുതമരഗണൈവ്യഘ്രകൃത്തിം വസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില ഭവഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമഃശിവായ എന്ന ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമഃശിവായ, ഷഡക്ഷരമന്ത്രം ജപിച്ച് ഉപാസന ചെയ്യേണ്ട സുന്ദര സുരഭില രാത്രി. ഈ മനോഹരമായ രാത്രിയിലേക്ക് സകല കാകോളങ്ങളും വിശ്വത്തിൻ്റെ അസ്തമിക്കുന്ന രാത്രിയിലേക്ക്. സമയം കുറവായതുകൊണ്ട് അല്പം സ്പീഡിലാണ് പോയത്. സമയത്ത് തന്നെ ഞാൻ എത്തി എന്നെൻ്റെ വിശ്വാസം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ, സമയം ഏറ്റവും പ്രധാനമാണ്. ബയോ ക്ലോക്കിലെ സമയം അനുസരിച്ച് കൃത്യമായി കാര്യം ചെയ്തില്ലെങ്കിൽ അത് കൃത്യവിലോപമാണ്. അതുകൊണ്ട് കൃത്യമായി അതിനുള്ളിൽ തീരാൻ ഭഗവാൻ സദാശിവൻ, പ്രത്യേകിച്ച് ദിഗ്ഗജങ്ങളെ കയ്യിലാക്കിയിട്ടുള്ള പഞ്ചമുഖനായ രുദ്രൻ അനുഗ്രഹിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ആ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് നേടാൻ സാധിക്കാത്തതുള്ളത്? ആ പരമശിവൻ്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ പോരായ്മകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അനുഭവിച്ചു വരുമ്പോൾ, അനുഭവങ്ങളുടെ തലങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ദർശിച്ചാൽ ആ പോരായ്മകൾ എൻ്റെ ദൃഷ്ടിയുടെ വൈകല്യമാണ്. അവയ്ക്കുള്ള ഫൽസനം എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ലത് വല്ലതും നിങ്ങളോട് പറഞ്ഞുവെന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും പഠനം കൊണ്ടും തോന്നിയാൽ അവയൊന്നും എൻ്റെതല്ല, എൻ്റെ പൂർവ്വ ആചാര്യന്മാരുടേതാണ്, എൻ്റെ ഗുരുക്കന്മാരുടേതാണ്. അവരുടെ പാതാരവിന്ദങ്ങളെ മാത്രമായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നതിനു വേണ്ടിയാണോ ഈ ജന്മം സാഫല്യമുള്ളതാക്കി തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ പുണ്യശ്ലോകന്മാരുടെ പാതാരവിന്ദങ്ങളെ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.